ഇതിനുള്ളത് ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ എൻ്റെ പേര് അജ്മലെന്നല്ല. അല്ല, അപ്പൊ പേരെന്താ? ഞാൻ ഓൻ പറഞ്ഞത് മനസ്സിലാവാതെ ചോദിച്ചതും പല്ലും കടിച്ച് വീണ്ടൊരു നോട്ടം. എന്തേലാവട്ടെ, എനിക്കതല്ല പണി. പിന്നെ ഞാൻ സൈലന്റ് ആയിരുന്നു. എന്നാലൊരു പേടി, ഓൻ എന്ത് പണിയാണ് തരികയെന്നോർത്ത്. അതുകൊണ്ട് സൂക്ഷിച്ചും കൊണ്ടാണ് പിന്നെ ഞാൻ നിന്നത്. ഇറങ്ങുന്നത് വരെ അപകടമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്നാലും ഇറങ്ങാൻ നേരം സ്റ്റോപ്പിൽ വന്ന് നിന്നത് കണ്ട് ഞാൻ പേടിച്ച് പെരയെ കൂടി ഇറങ്ങി. തള്ളിയിട്ടാലോ? എന്നത്തെയും പോലെ മൂളിപ്പാട്ടൊന്നും ഇല്ലാതാണ് വീട്ടിലേക്ക് കയറിയത്. വല്ലാതെ സങ്കടമാണെന്നേ. എക്സാം ഒന്നുമല്ല, അന്നത്തെ ദിവസം എങ്ങനെ കളറാക്കുന്ന ചിന്തയാണ്. ബാപ്പച്ചി മുമ്പെങ്ങാനും കൊണ്ടുവന്ന റേഡിയോ എടുത്ത് ടൂളൊക്കെ എടുത്ത് കുത്തി തുറക്കുന്നുണ്ട്. എന്താ ബാപ്പച്ചി അതിലിങ്ങനെ നോക്കാൻ? ഇത് ഓണാവുന്നില്ല, ഇത് നേരെയാക്കുന്നതാണെന്നേ. ഹേയ് ബാപ്പച്ചി ഇങ്ങോട്ട് മാറിക്കേ, ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ പോരെ. ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ എത്ര ഓണാക്കണമെന്ന് അറിയോ? ബാപ്പച്ചി മാറി തന്നതും ഞാനത് മുഴുവനും ഊരി മാറ്റി. എല്ലാം പൊറുക്കി കൂട്ടി വെച്ചപ്പോഴാ വലിയൊരു കാന്തം കണ്ടത്. അത് കൈക്കലാക്കി ഞാൻ വല്ല മുങ്ങാൻ നോക്കി. നാണല്ലോ ബാപ്പച്ചി ഈ പഴയ റേഡിയോ ഇങ്ങനെ കുത്തി തുറന്ന് നോക്കാൻ. ഇതൊന്നും നന്നാവില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ പുതിയൊന്ന് വാങ്ങിക്കോ. എടി മോളെ, അതെങ്കിലും തന്നിട്ട് പോവും. ഇതുകൊണ്ടേ തൽക്കാലം ആവശ്യമുണ്ട്. അതും പറഞ്ഞ് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴാണ് ബാപ്പച്ചിയുടെ പകർന്ന് ഓട്ടം. അല്ല, ബാക്കി പൈസ എവിടെ? തോന്നി അതാണെന്ന്. അത് പാപ്പ എക്സാം ഫീസ് കൊടുക്കണം. പിന്നെ അന്നത്തെ ബാക്കി കുറെ ചെലവിന് ആ പണം തികയില്ല. അപ്പോഴാ പിന്നെ ഇനിയും ബാക്കി ഇങ്ങോട്ട് തരേണ്ടി വരുവേ. നല്ല കാലം ഗൾഫിലായത് നന്നായി. അല്ലെങ്കിൽ ഇതുപോലെ 2-3 ഉണ്ടെങ്കിലേ ഞാൻ കുത്തുപാളെടുത്തേനെ. നന്നായി പാപ്പച്ചി, അല്ലെ ഞാനും കുത്തുപാളെടുത്തേനെ. ഇതിപ്പം ഞാൻ ഒറ്റ മോളാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുശുമ്പാണേ. അനിയനും അനിയത്തിയൊക്കെ തല്ലുണ്ടാക്കുന്നവരെ അവരൊക്കെ. നിന്റെ ക്ലാസ്സിലല്ലേ ഇതൊക്കെ നടക്കൂ. അതെന്താ, ഞാൻ അത്രക്ക് മോശമാണോ? മിണ്ടാതെ വലതും കാഴ്ച പോയിരുന്ന് പഠിക്കാൻ നോക്കടി. എല്ലാത്തിനും നല്ല ശുഷ്കാന്തി ഉണ്ട്. പഠിക്കാൻ മാത്രം അത് കാണുന്നില്ലല്ലോ. ഉമ്മച്ചി തലക്കൊരു കൊട്ടുതെന്ന് പറഞ്ഞപ്പോൾ നാണം കൊണ്ട് തലയും താഴ്ത്തിയിരുന്നു. പഠിച്ചോനെ, ഈ ശുഷ്കാന്തി എന്താ? അല്ല ഉമ്മച്ചി, നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? പോയിരുന്ന് പഠിക്കാൻ. അതോടെ ഞാൻ ഓടി. അല്ലെങ്കിൽ പഠിപ്പിച്ചു തരും വേറെ പലതും. പിറ്റേന്ന് രാവിലെ പഠിച്ചോനെ, ആ കാലമാടനാവരുതേ. ബസ്സിൽ കയറും മുന്നേ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. കയറി ആദ്യം നോക്കിയതിൽ എവിടെയല്ല, ലെവനെയാണ്. ഭാഗ്യം കാണുന്നില്ലല്ലോ. പണി എത്തി പോയി കാണും. അല്ലെങ്കിൽ നടുവൊടിഞ്ഞ് ഹോസ്പിറ്റലാവും. ഞാൻ സ്വയം പറഞ്ഞ് നേരെ നിന്നതും അടുത്ത് നിൽക്കുന്ന ആളെ കണ്ട് പണ്ടാരടങ്ങി. പൈസയും കൊടുത്ത് ഞാൻ നല്ല കുട്ടിയായി നിന്നു. അല്ലെങ്കിൽ പണി കിട്ടും, അല്ലെങ്കിൽ തന്നെ പേടിച്ചിട്ടാണ് നിൽക്കുന്നതേ. ഇറങ്ങിയ നേരം എനിക്ക് വീണ്ടും പേടി കൂടി. എങ്ങനെ പക വിട്ടാനാണ് പ്ലാനാവോ? നിന്റെ ടിക്കറ്റ് എവിടെ? ഇങ്ങേരില്ല തന്നത്, പിന്നെ എന്തിനെങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ആലോചിച്ചു തുടങ്ങി. കയ്യിൽ വാങ്ങിയത് ചുരുട്ടിക്കൂട്ടി മൂക്കിലാണോ വായിലാണോ ഇട്ടത്? എവിടെയാട്ടെ. പിന്നെ അതെന്ത് ചെയ്തു? പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അല്ലല്ലോ അതെന്തിനാ കയ്യിൽ സൂക്ഷിക്കുന്നത്? അതെ, ഞാൻ കളഞ്ഞു. എന്താ? എങ്കിലും വേറെ ടിക്കറ്റ് എടുക്കണം. നീ ടിക്കറ്റ് എടുത്തിട്ടില്ല. തിരക്കല്ലേ, വിട്ടുപോയതാ. തെളിവിന് വേണ്ടിയാ ടിക്കറ്റ് ചോദിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ വേറെ ടിക്കറ്റ് എടുക്കാതെ വഴിയില്ല. മനപ്പൂർവ്വമാണ് എന്നെ നാണം കെടുത്താൻ. താനേ ടിക്കറ്റ് എടുക്കേ വെക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ടിക്കറ്റ് എടുത്തതാ, അത് കളഞ്ഞെന്നേ ഉള്ളൂ. എന്നോട് അവൻ്റെ കളി. അവനെ നോക്കി ജയിച്ചൊരു ചിരിയും ചേച്ചി നടന്നു. ആ നോട്ടം കണ്ടാലറിയാം വേറെന്തോ വമ്പൻ പ്ലാനിങ് ആണെന്ന്. നിനക്ക് എന്തിന്റെ സുഖേട് അയാളെ കാണുമ്പോ? ഞാനാണോ ആ തെണ്ടിയല്ല എന്നെ കാണുമ്പോൾ ചൊറിഞ്ഞുകൊണ്ട് വരുന്നത്? വേറെ വല്ല ബസ് ഉണ്ടെങ്കിൽ ആദ്യം പോകായിരുന്നു. ഇതിപ്പോ കൃത്യസമയത്ത് ഇതിലേ ഉള്ളൂ. മിനിയാന്ന് കയറി കൂടിയതാ. ഇത് എപ്പോ ഇറങ്ങുമാവോ? ഇനി കുറച്ചല്ലേ നമുക്ക് ക്ലാസ് ഉള്ളൂ. അതുവരെ കാണുന്ന ഞാൻ കേട്ടത്. നശിപ്പിച്ചു. ഇന്ന് പോകും നാളെ പോകുന്നു കരുതിയ ഞാൻ നിൽക്കുന്നേ. ഇനിയുണ്ട് 10 ദിവസം, കൂടാതെ സ്പെഷ്യൽ ക്ലാസ്സും. ആദ്യം നീ തന്നെയല്ലേ ഉടക്കിയത്. ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ആദ്യമേ അടങ്ങി നിൽക്കായിരുന്നു. പിന്നെ കാര്യമായിട്ട് പണിയൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കണം. പക അത് വീട്ടാനുള്ളത് പോലെയാ അങ്ങേരുടെ നോട്ടം. എടി, സയൻസ് ഗ്രൂപ്പിലുള്ള ഫസിന്റെ എൻഗേജ് കഴിഞ്ഞു എന്ന് നീ അറിഞ്ഞോ? ഞാൻ സോഡയും കുടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഷെമി അതും പറഞ്ഞ് നാഗം കഴിച്ച് നിന്നത്. അവൾക്ക് 2 അനിയത്തിമാരുണ്ട്. അതാ എത്ര പെട്ടെന്ന് കല്യാണം നടത്തുന്നേ. എനിക്ക് 2 അനിയത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം നടന്നേനെ. ഇതിപ്പോ അതിനും ചാൻസ് ഇല്ല. അവള് പറയുന്നത് കേട്ട് ഞാൻ കണ്ണും തള്ളി നിന്നു. നീ എന്തിനാടി പെട്ടെന്ന് കേട്ടുന്നേ? എന്താ, നിനക്ക് കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹമില്ലേ? എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. നമുക്ക് കല്യാണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം, അതുപോലെ. അവളെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു. അതോടെ അവൾ കൈയെടുത്ത് മാറ്റി. ഞാനൊന്നുമില്ല, എനിക്ക് കല്യാണം കഴിക്കണം, അതും പെട്ടെന്ന്. എങ്കിലും പഠിക്കുകയും വേണ്ട, കാലത്ത് കേട്ടില്ലെങ്കിൽ വരികയും വേണ്ട. അത് നീ പറഞ്ഞ ശരിയാ. പക്ഷെ എൻ്റെ കല്യാണം ഉടനൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ, ഒറ്റ മോളായാലും പെട്ടെന്ന് ഉണ്ടാവുമല്ലോ.
എനിക്ക് ഇക്കുള്ളത് കൊണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവൂ. എൻ്റെ ബാപ്പച്ചി ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നേ ഉള്ളൂ. എപ്പോൾ കിട്ടുമോ പറ്റിയ ചേക്കനെ. കേരള മാട്രിമോണിയാണ് നീ പറഞ്ഞത്? അല്ല, ഗൂഗിൾ തന്നെയാ. മുകേഷ് അംബാനി, അനിൽ അംബാനി ഇവർക്ക് ആൺമക്കളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ കെട്ടിയതാണോ? ഒന്ന് കെട്ടിയതാണെങ്കിൽ രണ്ടാമത് കെട്ടിയ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ വേറെ വല്ല പണച്ചാക്കുണ്ടോന്ന് നോക്കാനൊക്കെ അതാ ബെസ്റ്റ്. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. കാണാൻ മൊഞ്ചനായിരിക്കണം. എത്രയും പെട്ടെന്ന് ഒന്നിനെ കിട്ടിയാൽ മതിയായിരുന്നു. ആമീൻ. അവളെ കൂടി കഴിഞ്ഞ ബാപ്പച്ചി പിന്നെ പെട്ടെന്ന് നമ്മളെ കൂടി നോക്കിക്കോളും. അതാ ആമീൻ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തതേ. ബസ്സിൽ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ നേരെ ഒട്ടിയിരുന്നു. എടി, ആ കണ്ടക്ടർ കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ടിട്ടോ. ഞാനൊന്ന് നോക്കിയാലൊന്ന് ആലോചിക്കുന്നത്. വേറെ ആരെയും നിനക്ക് കിട്ടിയില്ല നോക്കാൻ? കണ്ടാലും മതി. ഞാൻ പേടിച്ച പോലെ പിന്നെ അവൾ അവനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ പേടിച്ച് ടിക്കറ്റ് തന്ന സൈഡിലിരുന്നതും അവൾ പറഞ്ഞ പോലെ ഗ്ലാമറാണെന്നായിരുന്നു നമ്മളെ നോട്ടം. എന്നെ കാണുമ്പോൾ തന്നെ കടിച്ച് കയറാനുള്ള നോട്ടം നോക്കൂ. ഞാനും പിന്നെ പുച്ഛിച്ച് കാണിച്ചു. ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ഇതുവരെ ഇല്ലാത്തൊരു മഴയും പെട്ടെന്ന് വന്നു. ആഹാ, നനഞ്ഞു പോയാൽ കുടിക്കണ്ട, അപ്പട വലത്തും കഴിച്ച് കിടക്കാം. ഞാൻ പോയാലേ നീ ആ കോപ്പൻ എങ്ങനെ വായി നോക്കിയോണ്ടല്ലോ കൊല്ലും ഞാൻ എന്നൊരു സൂചന കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങാൻ വേണ്ടി എണീറ്റ് നിന്നത്. ഓനാണെങ്കിൽ ഡോറ് തുറന്ന് തന്ന് എങ്ങോട്ടും നോക്കി നിന്നു. 2-3 ദിവസമായിട്ട് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ കാല് വെച്ചതും വലിയൊരു കുഴിയും അതിൽ നിറച്ചടിയും. ഇതിപ്പോൾ എങ്ങോട്ട് ചാടുന്ന അവസ്ഥയിൽ നിൽക്കുക. ഞാൻ വലിയൊരു ചാട്ടം റെഡിയായി നിൽക്കേ കോപ്പനെല്ലാ പകയും തീർത്ത് എന്നെ പിടിച്ചൊരു തള്ളു. ചെടിയിൽ മൂക്ക് കുത്തി വീണ ഞാൻ കാലിപ്പിൽ ഓനെ നോക്കിയതും ഓൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അവനെ കൊല്ലാനുള്ള പകയോടെ ഞാൻ അവിടെ നിന്നു. എന്നാലും ഇന്ന് കുളിക്കണമെന്ന കരുതിയത് ഇപ്പം നല്ലോണം തേച്ച് വെച്ച് കുളിക്കേണ്ട അവസ്ഥയായാലും എന്നും വെറുതെ വീട്ടിലേക്ക് നടന്നു. എന്താ മോളെ, എന്തു പറ്റി? വെള്ളത്തിൽ വീണോ? കണ്ടിട്ട് അങ്ങനെയാണ് തോന്നി. നല്ല 1-ാം തരം ചളിയിലാണ് ഞാൻ വീണത്. ഇതിനുള്ളതേ ഞാൻ കൊടുത്തിരിക്കും. ആർക്ക്? ചളിക്കോ? ബാപ്പച്ചി ചോദിക്കുന്നത് കേട്ട് ഞാൻ പകച്ചുപോയി. എൻ്റെ അല്ലേ ബാപ്പ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നീ തേച്ച് വെച്ചുള്ള കുളിയും തീറ്റയും കഴിഞ്ഞ് ബുക്കും തുറന്നു വെച്ച് ഫോണും നോക്കി ഇരിക്കുമ്പോഴാണ് ഷെമി വിളിച്ചത്. നിന്നെ ചളി തള്ളിട്ടൂലേ? നീ കാണാത്തോണ്ടാ. ബസ്സിന്ന് എല്ലാവരും എന്തൊരു ചിരിയായിരുന്നു അറിയോ? അപ്പൊ നീയോ? ഞാൻ ചുമ്മാ എല്ലാവരെയും ചിരി നോക്കിയിരുന്നു. ഏറ്റവും നല്ല ചിരി അവൻ്റെ തന്നെയാ മോളെ. ഞാൻ ചെളിയിൽ വീണിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും കടലിൽ വീഴും. നീ നോക്കിക്കോ, അപ്പൊ കാണണം ചിരിക്കാൻ. ഞാൻ കാണും. ചിരിച്ചാൽ ആയുസ് കൂടുന്നാ. ഞാൻ വീണപ്പോൾ ചിരിച്ച നിന്റെ ആയുസ് മിക്കവാറും ഞാൻ തന്നെ എടുക്കും. അതിന് ഞാനൊരു തുള്ളി ചിരിച്ചിട്ട് കൂടിയില്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. എടി, അവനിട്ട് കൊടുക്കാൻ പറ്റിയൊരു പണി പറഞ്ഞു തന്നെ. പിന്നെ എനിക്കിവിടെ എൻ്റെ കാര്യത്തിന് ആലോചിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. അപ്പോഴാ അല്ല, നിനക്കെന്ത് ഇത്രയൊക്കെ ആലോചിക്കാൻ? പെട്ടെന്ന് കല്യാണം നടക്കാനുള്ള വഴി തന്നെ വീട്ടിൽ പറഞ്ഞാൽ പോരെ എന്നെ പിടിച്ച് പെട്ടെന്ന് കെട്ടിക്കുന്നു. അല്ലെങ്കിൽ ഇവൾക്ക് ഇതെന്താ ഇപ്പം ഇങ്ങനൊരു ആലോചന? നാളെ പൊരിച്ച് നിർത്തി ചോദിക്കണം. ഓർക്കം വന്നിട്ട് വയ്യ. എന്നാലും ആ ചളി വീണത് ഓർക്കുമ്പോൾ ഓർക്കൊക്കെ പോകും. സ്വയം ചിന്തിച്ച് അവനെ വീഴ്ത്താനുള്ള പ്ലാനോട്ട് ഞാൻ അടിപൊളിയായി ഇറങ്ങി. ഉറക്കം കഴിഞ്ഞ് നല്ലൊരു ഐഡിയയും പ്ലാനിട്ടാണ് താഴേക്ക് വന്നത്. അപ്പോൾ അതേ നിൽക്കും നമ്മളെ പാപ്പച്ചി. എങ്ങോട്ട് പാപ്പച്ചി ഇങ്ങനെ ചുള്ളനായിട്ട് പോകുന്നേ? കണ്ട എൻ്റെ പാപ്പച്ചാണെന്നും പറയില്ല. ചേട്ടനന്നേ പറയൂ. അതിലെനിക്ക് നല്ല അസൂയുണ്ടേ. ഞാനൊരു സ്ഥലം വരെ പോവുക. നിന്നെ ഞാൻ പോകുന്ന വഴി കോളേജിലിറക്കാം. അതുവഴിയാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ ആ കുരങ്ങനെ പ്ലാൻ ചെയ്ത് പണി അല്ലെ തിരിച്ചു വരുമ്പോൾ കൊടുക്കാം. ചാടിക്കയറി ഇരുന്നെങ്കിലും സൈക്കിളെടുത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും ഞങ്ങളെ മറികടന്ന് പോയി. ഇതെങ്ങനെ ഓടിക്കാൻ അറിയാമെങ്കിൽ ഞാൻ പാറ വറക്കുമായിരുന്നു. എൻ്റെ പാപ്പച്ചി എന്നെ നിന്നെ വിളിച്ചോണ്ട് വന്ന് ഞാൻ നടന്നു പോകുമായിരുന്നല്ലോ. ഇതിനൊക്കെ ഭേദം അതാ. എൻ്റെ മോളെ, ഈ വണ്ടി അങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. എല്ലാം ഉരുതെടുക്കും. എന്നാലെങ്കിലും പുതിയതൊന്ന് വാങ്ങുമല്ലോ. ഞാൻ പരമാവധി പിരികേറ്റി വിട്ടു. പുതിയതൊന്ന് വാങ്ങിക്കാണല്ലോ കൊതി കൊണ്ടാണേ. ബാപ്പച്ചി, നിങ്ങൾ പറഞ്ഞ പോലെ എന്തോന്ന് ഊരി ധരിച്ചിട്ടുണ്ടേ. എന്തോ വലിയ സൗണ്ട് കേട്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ബാപ്പച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് കണ്ട് ഞാൻ പിടിച്ചവിടെ ഇരുത്തി. ഈ വഴിയല്ലേ വരുന്നത്, അപ്പം നോക്കി എടുത്തോണ്ട് പോയിക്കോ. അല്ലെങ്കിൽ എനിക്ക് വല്ല ഓട്ടോയും പിടിച്ച് പോകാനുള്ള പണം എന്താ? ഇനിയും പണം ചോദിക്കുമ്പോൾ പണം എടുത്ത് തരാനേ ഞാൻ മരൊന്നും നട്ടിട്ടില്ല. ഞാൻ നട്ടിട്ടുണ്ട്. മുമ്പ് എന്തോരം പൈസ ഞാൻ കുഴിച്ചിട്ടുണ്ടെന്ന് അറിയോ ബാപ്പച്ചിക്ക്? അന്നൊക്കെ ബാപ്പച്ചി ഗൾഫിലായിരുന്നു. നമ്മൾ പഴയ തറവാടിലായിരുന്നു. അവിടെയാ ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത്. അവിടെ ചെന്ന് നോക്കണം അത് വലുതായി പണായോന്ന്. അപ്പൊ ഞാൻ അയച്ചു തരുന്ന പണൊക്കെ നീ അങ്ങനെയാണല്ലേ കളഞ്ഞത്? നാളെ തന്നെ പറമ്പ് കേൾക്കാൻ ആരെങ്കിലും വിടണം. ഉള്ള മാന്തി എടുക്കാലോ. എൻ്റെ അല്ലേ ബാപ്പച്ചി, അതും ചെയ്യും. ഞാൻ കോയിൻസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്തായോ എന്തോ. സ്കൂളെത്തിയതും ബാപ്പച്ചി ഇറങ്ങുന്നില്ലേ? നീയല്ലേ ഇവിടെ പഠിക്കുന്നത്? വെറുതെ എന്തിനാ നിന്റെ സാറന്മാരെ എന്നെ തല്ലി ഓടിക്കുന്നേ?
ഓ എങ്കിൽ പോയിക്കോ. ബാപ്പച്ചേക്കാൾ നല്ല സാറന്മാരാണ് എനിക്കുള്ളത്. അവരെന്നെ നോക്കാറ് കൂടിയില്ല. ഇങ്ങനെയൊന്നും ക്ലാസ്സിലുണ്ടെന്ന് പോലും അറിയില്ല. നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് അവർക്കറിയാം. ഒഴിവാക്കിയതാ മോളെ നിന്നെ അവര്. ആണോ? എങ്കിൽ നന്നായി. തോറ്റാലും പ്രശ്നമല്ലല്ലോ. ഞാൻ നോക്കുമ്പോഴേ ക്ലാസ്സിലുള്ള പെടക്കോഴികൾ മൊത്തം എൻ്റെ ബാപ്പച്ചയെ ഫോക്കസ് ചെയ്ത് നിൽക്കുക. എൻ്റെ ഉമ്മച്ചി പഴയാതരാവൂലേ? എൻ്റെ ബാപ്പച്ചി മുമ്പ് ഒരു കോഴിയായിരുന്നു. അങ്ങനെയാ എൻ്റെ ഉമ്മച്ചി അങ്ങേരുടെ വലയിലായത്. കക്ഷി മിക്കവാറും വണ്ടി തള്ളിക്കൊണ്ട് പോവേണ്ടി വരും. അത് ചെക്ക് ചെയ്യാ. നീയാ? ഇതാരടി? നിന്റെ ഏട്ടനാണോ? ഏയ്, എൻ്റെ ഉപ്പൂപ്പയാ. അവളെൻ്റെ ബാപ്പച്ചയെ നോക്കി വിളിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഷൈൻ ചെയ്യണ്ട, ഞാൻ തിരിച്ചും പറഞ്ഞു. ഇത്രക്ക് എങ്ങോ? അത് പിന്നെ മൂപ്പര് ബിഗൊക്കെ വെച്ച് പുട്ടിയൊക്കെ അടിച്ച് നടക്കുന്ന ടൈപ്പാ, അതുകൊണ്ട് തോന്നുന്നതാ. അങ്ങനെ ഇപ്പൊ ബാപ്പച്ചി നേളിക്കണ്ട, ഞാൻ ആ സുയോട് പറഞ്ഞതാട്ടോ. ബാപ്പച്ചി എന്നെ പിടിച്ചു മാറ്റി അവരടുത്തേക്ക് നടന്നു. പഠിച്ചോനെ, കോളാവോ? അതൊക്കെ ഇവിടെ വെറുതെ പറയുന്ന മക്കളെ. വേണേ നിങ്ങളത് എന്റെ മുടി പിടിച്ചു നോക്ക്, മുഖം തെടിച്ചു നോക്ക്. ഞാനിവളുടെ മൂത്ത ജ്യേഷ്ഠനാ അല്ലേടി. ഞാൻ ഞെട്ടി പണ്ടാരടങ്ങി നിന്നു. ഇവിടെ നല്ലോണം നോക്കണേ മക്കളെ, ആള് കച്ചറിയാ, അതുകൊണ്ടാ. നിങ്ങളെയൊക്കെ കണ്ടാലറിയാൻ നല്ല കുട്ടികളാണെന്ന്. ബാപ്പച്ചി ഇങ്ങനെ പണിയൊന്നും സ്വപ്നത്തെ പോലും കരുതിയില്ല. വലിയ ഗെയിമൊക്കെ കാണിച്ച് അവർ നോക്കി വണ്ടി കയറിയപ്പോൾ അത് സ്റ്റാർട്ടാവല എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അത് സ്റ്റാർട്ടാക്കി അങ്ങേര് പോയി.